എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മാതൃദിനം. ലോകമെമ്പാടുമുള്ള അമ്മമാർക്കായി പ്രത്യേകമായി ആഘോഷിക്കപ്പെടുന്ന ഒരു ദിവസം. അമ്മ ദിനം. ഒരു വീടുണ്ടാകാൻ ചുമരുകൾ മാത്രം മതി, പക്ഷേ ഒരു കുടുംബമുണ്ടാകാൻ അവിടെ അമ്മ തന്നെ വേണം. സത്യമല്ലേ? ഖലീൽ ജിബ്രാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഓൾ ഹൗസസ് ആർ ഡാർക്ക് അണ്ടിൽ ദി മദർ വേക്സ് അപ്പ്. അമ്മ ഉണരുന്നതിന് മുമ്പ് വീട് ഒരു കെട്ടിടം മാത്രമാണ്. അമ്മയുടെ ശബ്ദം കേൾക്കുമ്പോഴാണ് ആ വീട്ടിൽ ജീവൻ വളരുന്നത്. അമ്മ ആദ്യം എഴുന്നേൽക്കും, എല്ലാവരും സുഖമായിരിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ കുടുംബത്തിൻ്റെ ചെറിയ വേദന പോലും അവൾ ശ്രദ്ധിക്കും. നമ്മൾ വിജയിച്ചാൽ ലോകം കൈയടിക്കും, പക്ഷേ നമ്മളൊന്ന് വീണുപോയാൽ ആദ്യം കൈനീട്ടുന്നത് നമ്മുടെ അമ്മയായിരിക്കും. അമ്മയുടെ സ്നേഹം ഒരു അനുഭവമാണ്. ചിലപ്പോൾ നമ്മൾ വലിയവരാകുമ്പോൾ അമ്മയെ സ്വാഭാവികമായി കാണാൻ തുടങ്ങും. പക്ഷേ സത്യം എന്തെന്നാൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം അമ്മ എന്ന സാന്നിധ്യമാണ്. ഇന്ന് ഒരു ദിവസമെങ്കിലും അമ്മയെ ഒന്ന് ചേർത്ത് പിടിക്കൂ, നന്ദി പറയൂ. കാരണം നമുക്ക് വേണ്ടി ഈ ജീവിതം മുഴുവൻ പ്രാർത്ഥിച്ച ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് അമ്മ മാത്രമാണ്. ഞാൻ അംബിക അജേഷ്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ ദയവേത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ന് അമ്മ ദിനം. പക്ഷേ സത്യത്തിൽ അമ്മയെ സ്നേഹിക്കാൻ ഒരു ദിവസം മതിയാവുമോ? ഒരിക്കലുമല്ല. ജീവൻ്റെ ഉറവിടം, ജീവൻ നിലനിൽക്കുന്നതിൻ്റെ പ്രധാന ഉത്തരവാദി, ഒരു മനുഷ്യൻ്റെ ആദ്യ ലോകം, അത് അമ്മയാണ്. ജീവിതത്തിൻ്റെ തിരക്കുകളിലും ഓട്ടപ്പാച്ചിലിനുമിടയ്ക്ക് പലപ്പോഴും നമ്മൾ പറയാതെ പറയുന്ന ചില കാര്യമുണ്ട്. അമ്മയോടുള്ള നന്ദി. ലോകം അതിനു വേണ്ടിയാണ് ഈ ദിവസം മാറ്റിവെച്ചത്. അമ്മയെ ഒന്ന് ഓർക്കാൻ, സ്നേഹത്തോടെ ഒന്ന് സ്പർശിക്കാൻ. എ ഡേ ഓഫ് പോസ് എന്ന് പറയാം. ഒരു നിമിഷം നിർത്തി നമ്മളെ ജീവൻ കൊണ്ട് സ്നേഹിച്ച ഒരാളെ തിരിച്ചൊന്ന് സ്നേഹിക്കാൻ. ഒരു കുഞ്ഞ് ലോകത്ത് ആദ്യം കാണുന്നത് അമ്മയുടെ ഹൃദയമിടിപ്പിലൂടെയാണ്. ആദ്യമായി കേൾക്കുന്ന സംഗീതം അമ്മയുടെ ശബ്ദമാണ്, അമ്മയുടെ സ്പർശമാണ്. ഈശ്വരനെ എല്ലായിടത്തും എല്ലായ്പ്പോഴും നേരിട്ടെത്താൻ പറ്റൂല. അതുകൊണ്ട് ഭൂമിയിലേക്ക് അയച്ച ഒരു അനുഗ്രഹമാണ് അമ്മ. നമ്മൾ കരയുമ്പോൾ, നമ്മളെ ആശ്വസിക്കുമ്പോൾ, നമ്മൾ തോൽക്കുമ്പോൾ നമ്മളൊന്ന് വിശ്വസിക്കാൻ, ജീവിതം മുഴുവൻ നമ്മുടെ കൂടെ ഒന്ന് നിഴലായി നിൽക്കാൻ. അമ്മ ഒരു വ്യക്തി മാത്രമല്ല, ഒരുപാട് രൂപങ്ങളുടെ സംഗമമാണ്. ഗുരുവായി ജീവിതം നമ്മെ പഠിപ്പിക്കുന്നവൾ, ഉപദേശിയായി ശരിയും തെറ്റും ചൂണ്ടിക്കാണിക്കുന്നവൾ, പലപ്പോഴും ഒരു സമയം പല ലോകങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു സകല കല വല്ലഭയായി നമുക്ക് അമ്മയെ കാണാൻ പറ്റും. എത്ര മനോഹരമായ പദമാണ് അമ്മ. ഈ രണ്ടക്ഷരങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലൂടെ കടന്നു പോകുന്ന എത്രയോ കാര്യങ്ങളുണ്ട്, എത്രയോ ഓർമ്മകൾ, എത്രയോ രൂപങ്ങൾ. നമുക്ക് പല പല കാര്യങ്ങളും അമ്മ എന്ന ഒരു രണ്ടക്ഷരം, അമ്മ എന്ന ഒരു പദം കേൾക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലൂടെ പോകുന്നു. ചിലർക്കത് താലോലിച്ച് ഉറക്കിയ ഒരു ശബ്ദമാണ്, മറ്റു ചിലർക്ക് കൈ പിടിച്ച് നടത്തിയ ഒരു നിഴലാണ്, ചിലർക്കത് ഇന്നും മനസ്സിൽ കാത്തിരിക്കുന്ന ഒരു സ്നേഹത്തിൻ്റെ സുഗന്ധമാണ്. അമ്മ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് ഓർമ്മകൾ ഇങ്ങനെ ഓടി വരുന്നു. അമ്മ നമുക്ക് വേണ്ടി ചെയ്ത ത്യാഗങ്ങളുടെ കഥ, അമ്മ നമുക്ക് വേണ്ടി മാറ്റിവെച്ച സ്നേഹത്തിൻ്റെ കഥ. ഈ ലോകത്തിലെ ഒരു ഭാഷയ്ക്കും പകരം വെക്കാൻ കഴിയില്ല ആ ഒരു സ്നേഹം. എന്ത് സ്നേഹം? അമ്മയുടെ സ്നേഹം. അമ്മ ചെയ്ത ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും നമ്മൾ ഇന്നല്ല, ഈ ഒരു ദിവസം മാത്രമല്ല, ജീവിതത്തിൽ ഉടനീളം ഓർക്കേണ്ടതാണ്. അമ്മ സ്നേഹം കൊടുക്കുന്നവൾ മാത്രമല്ല, തൻ്റെ ജീവൻ വരെ കൊടുക്കുന്ന ഒരാളാണ് അമ്മ. നാം മാതൃദിനം ഇവിടെ ആഘോഷിക്കുന്നു. എങ്ങനെ സ്നേഹത്തോടെ, വളരെ നന്ദിയോടെ നമ്മൾ ഈ ദിനം പലരും ഒരുപാട് പോസ്റ്ററുകൾ മാതൃദിനത്തിൽ അമ്മയെ ചേർത്ത് പിടിച്ചിടുന്നു. അമ്മയെ നമ്മൾ എവിടെയാണെങ്കിലും അമ്മയെ ഈ ദിവസം എന്നല്ല, എല്ലാ ദിവസവും നമ്മൾ തീർച്ചയായും അമ്മയെ വിളിക്കണം. ഒരു ദിവസം പോലും നമ്മുടെ വിളിക്കായി കാത്തിരിക്കുന്ന ഒരേ ഒരാൾ ലോകത്തിൻ്റെ അറ്റത്തുണ്ടെങ്കിൽ അത് അമ്മയാണ്. ജീവിതത്തിൽ എത്ര ഉയരത്തിലെത്തിയാലും നമ്മുടെ ഹൃദയത്തിൻ്റെ ഏറ്റവും മൃദുവായ ഇടത്ത് എപ്പോഴും നമ്മൾ അമ്മയെ ഓർക്കണം. അമ്മ ഉണ്ടാകുമെന്ന് നമ്മൾ തീർച്ചയായും നമ്മൾ മനസ്സിൽ ഓർത്തു വെക്കണം. അമ്മയെ മറന്നാലും ഒരമ്മ
തൻ്റെ മക്കളെ ഒരിക്കലും മറക്കില്ല. നമ്മൾ ചിലപ്പോൾ അമ്മയെ മറന്നുപോകും, പക്ഷേ സത്യമല്ലേ അത്? ഒരമ്മ തൻ്റെ മക്കളെ ഒരിക്കലും മറക്കില്ല. അമ്മയെക്കുറിച്ച് പറയാൻ തുടങ്ങിയാൽ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ അവസാനിക്കാത്ത ഒരുപാട് ഓർമ്മകളുടെ ഒരു സമുദ്രം തന്നെ തുറക്കും. ചിലർക്കത് ഒരു കൈപുണ്യത്തിൻ്റെ രുചിയായിരിക്കും, ചിലർക്കത് സ്നേഹത്തിൻ്റെ കഥ, ത്യാഗത്തിൻ്റെ കഥ, ഒരിക്കലും തീരാത്ത പ്രാർത്ഥനകളുടെ ശബ്ദമായിരിക്കും അമ്മ. എത്ര വലിയവരായാലും ജീവിതത്തിൽ നമ്മൾ എത്ര ഉയരത്തിലെത്തിയാലും അമ്മ എന്ന് വിളിക്കുമ്പോൾ നമ്മളിൽ ഒരു കുഞ്ഞ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടാകും. ഈ ഒരു മദേഴ്സ് ഡേ എല്ലാ അമ്മമാരെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും അവരുടെ ത്യാഗങ്ങൾ ഓർക്കാനും നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു ദിനമാണ്. അതിലും വലിയൊരു സത്യം എന്താൽ നമ്മളിൽ ഓരോരുത്തരുടെ ഉള്ളിലും ഒരു അമ്മ ഉണ്ടെന്ന് ഈ ഒരു ദിവസം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സ്നേഹിക്കാൻ അറിയുന്നിടത്ത്, ക്ഷമിക്കാൻ കഴിയുന്നിടത്ത്, പരിപാലിക്കാൻ മനസ്സുള്ളിടത്ത് അമ്മ ജീവിക്കുന്നു. താങ്ക് യു സോ മച്ച്.